ഹായ് മക്കളെ, എക്സാമിന് മുൻപ് ചോദിച്ച കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 4 സെന്റിമീറ്റർ മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 32 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, റെക്ടാംഗിളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെക്ടാംഗിളിന്റെ ഡീറ്റെയിൽസ് തന്നത് എങ്ങനെയാ തന്നത് നമ്മളൊന്ന് വായിച്ചു നോക്കണേ. ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 4 സെന്റിമീറ്റർ കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പൊ വീതി എത്ര, നീളം എത്ര, എങ്ങനെ കൊടുക്കണം, അതൊക്കെ ക്വസ്റ്റ്യൻ അവർ പറയുന്നതനുസരിച്ച് നമുക്ക് കൊടുക്കാം. ബാക്കി തന്നത് ചതുരത്തിന്റെ ചുറ്റളവ് 32 സെന്റിമീറ്റർ ആണ്. പെരിമീറ്റർ 32 ഉണ്ട്. പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ ഒക്കെ ഓർമ്മല്ലേ? 2 × L+B ഒക്കെ ആവശ്യം വരികയെ. ഇനി എ ക്വസ്റ്റ്യൻ, ഇഫ് ദ ബ്രെഡ്ത്ത് ഈസ് എക്സ് ദെൻ വാട്ട് ഈസ് ഇറ്റ്സ് ലെങ്ത്. വീതി എക്സ് ആയാൽ നീളം എത്ര? എന്താ നീളവും വീതിയും തമ്മിലുള്ള കണക്ഷൻ പറഞ്ഞേ? നീളം വീതിയേക്കാൾ 4 സെന്റിമീറ്റർ കൂടുതലാന്ന് നോക്കിയാലേ പറഞ്ഞേ. നീളം വീതിയേക്കാൾ 4 കൂടുതലാണ്. അപ്പൊ നിങ്ങളോട് വീതി എക്സ് ആക്കി എടുക്കാൻ പറഞ്ഞാൽ എക്സ് സമം നമ്മൾ വീതി, ബ്രെഡ്ത്ത് വീതിയാക്കി എടുക്കുകയാണ്, ബ്രെഡ്ത്ത് ആക്കി എടുക്കുകയാണ്. അപ്പൊ നീളം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ലെങ്ത് എന്താ ചെയ്യുക? അതിനേക്കാൾ 4 കൂടുതൽ. 4 കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ എടുക്കുക? എന്താ ചെയ്യാ? ഇൻറ്റു എക്സ് ആണോ പ്ലസ് എക്സ് ആണോ? എന്താ ചെയ്യണ്ടേ? എക്സിനോട് 4 കൂട്ടി പ്ലസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. +4 എന്നാണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. 4 കൂടുതലാണ്. 4 മടങ്ങ എന്ന് പറഞ്ഞാൽ 4 ടൈംസ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു 4 ആണ്. അപ്പൊ 4x വരും കേട്ടോ. ഇത് 4 കൂടുതൽ എന്നാണ് പറഞ്ഞത്, മോർ ദാൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ +4 ആണ് ചെയ്യേണ്ടത്. x+4 നീളം കിട്ടി, വീതിയും കിട്ടി. ഇനി നമ്മൾ അതിന്റെ മുകളിൽ നിന്നും നമുക്ക് വേണ്ടതിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ചതുരത്തിന്റെ നീളവും വീതിയും ആക്ച്വൽ ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയെന്നാണ് ചോദിക്കുന്നത്. ചെയ്യാനുള്ള ക്ലൂ എന്താ? പെരിമീറ്റർ ആണ് ക്ലൂ. പെരിമീറ്റർ എത്ര? 32 ആണ് പെരിമീറ്റർ. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. 2 × നീളം പ്ലസ് വീതിയാണ് പെരിമീറ്റർ. ഇത് 32 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ സുഖല്ലേ? ഈ 2 ഇവിടെയുള്ള ഈ 2 കണ്ടോ? ഈ 2 എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്ത് സംഭവിക്കും? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഈക്വൽ നീളം പ്ലസ് വീതി സമം 2 അങ്ങോട്ട് പോയാൽ 32 ഹരിക്കണം 2 എന്ന് വരൂലേ? 32/2 16 എന്ന് വരും. നീളവും വീതിയും കൂടെ കൂട്ടിയാൽ 16 ആണ്. അതിൽ നീളം നമ്മൾ എന്താ കൊടുത്തത്? നീളം നമ്മൾ x+4 എന്നാണ് കൊടുത്തത്. അപ്പൊ ഞാൻ ഈ ലെങ്ത്തിന് പകരമാണ് കേട്ടോ, ലെങ്ത്തിന് പകരം x+4 എന്ന് എഴുതി. അതിനുശേഷം ഒരു പ്ലസ് ഇല്ലേ ഇവിടെ? ആ പ്ലസ് അതേപോലെ എഴുതി. ഇനി എന്താ ഉള്ളത്? ഇനി ബ്രെഡ്ത്ത് ഉണ്ട്, വീതി. ആ വീതി നമുക്കറിയാം, നമ്മൾ കൊടുത്ത വീതി x ആണ്. അപ്പൊ ഇവിടെ ഒരു x. ഇത്രയും ചെയ്താൽ 16 കിട്ടണം. ഓക്കേടാ, എത്തി, നമ്മുടെ ആൻസറിലേക്ക് എത്തി. ഇവിടെ ഒരു x പ്ലസ് ഒരു x കൂടെ, അപ്പൊ എല്ലാം കൂടെ 2x. 2x + 4 = 16. 2x + 4 16 ആണ് നമ്മുടെ ആൻസർ വന്നു. ഇനി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നമുക്ക് അതിലേക്ക് പോവാം. എന്താണ് വേണ്ടത്? 2x + 4 16 ആണെങ്കിൽ നമുക്ക് x അല്ലേ സോൾവ് ചെയ്യേണ്ടത്? 2x = 16. ആ +4 അപ്പുറത്തേക്ക് എടുത്തിട്ടാൽ -4. 2x = നമുക്ക് 12 എന്ന ആൻസർ വന്നു. 2x 12 ആണെങ്കിൽ x 12ന്റെ പകുതി ഉണ്ടാവൂലേ? 12/2 6 സെന്റിമീറ്റർ ആണ് x വരിക. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്ട് എത്തി തുടങ്ങി. ബ്രെഡ്ത്ത് നമുക്ക് കിട്ടി. വീതി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ലെങ്ത് എന്താ? ലെങ്ത് വീതിയേക്കാൾ 4 കൂടുതലാ. അപ്പൊ 6നേക്കാൾ 4 കൂടുതൽ. 6 + 4 6 + 4 10 സെന്റിമീറ്റർ എന്ന് കിട്ടും. 10 6. ഇതായിരിക്കും ആൻസർ വരും കേട്ടോ. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കണക്ട് ചെയ്യാനുള്ള ക്ലൂ ഓർത്ത് വെക്കുക. പെരിമീറ്റർ ചുറ്റളവ് 2 × L+B. ഇക്വേഷൻ മറന്നു പോണ്ട. അതിലെ 2 എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ നീളവും വീതിയും കൂടെ കൂട്ടിയാൽ കിട്ടും. ചുറ്റളവ് എന്താണോ, പെരിമീറ്റർ എന്താണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നത്, അതിന്റെ പകുതിയാണ് നീളവും വീതിയും കൂട്ടിയാൽ കിട്ടുക. ഒരു 50 സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ എങ്കിൽ 25 ആയിരിക്കും ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ഉണ്ടാവുക. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ എളുപ്പത്തിൽ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മണി മാച്ചിലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് എന്തായാലും ഉണ്ടാവും മക്കളെ. അത് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. നോക്കണേ. ഷാജി ഡെപ്പോസിറ്റഡ് 20,000 rupees in a bank which pays 5% interest compounded annually. വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഷാജി 20,000 രൂപ നിക്ഷേപിച്ചു. 5% പലിശ നിരക്ക് വരുന്നത്. 2 വർഷം കഴിഞ്ഞപ്പോൾ 10,000 രൂപ പിൻവലിച്ചു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 10,000 വിഡ്രോ ചെയ്തു. ബാക്കി 3-ാം വർഷ അവസാനം ഷാജിയുടെ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടാവും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കഥ പറയുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉള്ളത്, സാധാ ചോദിച്ചാൽ നമുക്ക് നേരെ ഇക്വേഷൻ അങ്ങ് കൊടുത്തു പോയാൽ മതിയായിരുന്നു. ഇവിടെ ഉള്ള പ്രശ്നം എന്താ? 2 വർഷത്തിന് ശേഷം 10,000 വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എടുത്തത്. സാധാരണ ഉള്ളത് നമ്മൾ ഒരുപാട് ചെയ്തതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. 2 വർഷം കഴിയുമ്പം എത്ര എമൗണ്ട് ഷാജിയുടെ അക്കൗണ്ടിൽ ഉണ്ടാവും നോക്കാം. ഈ ഷാജി എന്ന് പറയുന്ന ആള് 20,000 രൂപയിലെ കൊണ്ടിട്ട് ബാങ്കിൽ 2 കൊല്ലം കാത്തിരുന്നു. 2 കൊല്ലം കാത്തിരുന്നപ്പം എമൗണ്ട് ആഫ്റ്റർ 2 years നോക്കുകയാണെ. amount after
2 years. 2 വർഷത്തിന് ശേഷമുള്ള തുക നമുക്ക് നോക്കാം. 2 years. അതാണ് ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മളെ ഇക്വേഷൻ എന്താ? P into 1 plus R by 100 all raised to n. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. അതിൽ പി എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? 20,000 രൂപയാണ് ഡെപ്പോസിറ്റ് ചെയ്തത്. പ്രിൻസിപ്പൽ എമൗണ്ട് 20,000 റുപ്പീസ് ആണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്. ഇൻറ്റു 1 പ്ലസ് ആറ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5 ആണ് മക്കളെ. അപ്പൊ 5/100 റേസ് ടു n. എത്ര വർഷം? 3 വർഷം ഇപ്പൊ കൊണ്ട് കൊടുക്കരുതേ. എല്ലാം കൂടെ 3 വർഷത്തെ കഥയൊക്കെയാണ് നമുക്ക് വേണ്ടതെങ്കിലും ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താ? 2 വർഷം കഴിയുമ്പോൾ അക്കൗണ്ടിൽ എത്ര ഉറുപ്പ ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കാം. അതിനുശേഷം അതിൽ 10,000 വിഡ്രോ ചെയ്യണ്ടേ, എന്നിട്ടല്ലേ ബാക്കി ചെയ്യണ്ടേ. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ 2 കൊടുക്കാൻ നമ്പർ ഓഫ് ഇയേഴ്സ് ആയിട്ട്. ഇനി ഇത് നിങ്ങൾ മുന്നോട്ടേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഇനി ഇത് മുന്നോട്ടേക്ക് ചെയ്ത് എന്താ സംഭവിക്കുക? ഇതിന്റെ ബാക്കി ആൻസർ 20,000 ഇൻറ്റു 1 പ്ലസ് 5/100 എന്ന് പറഞ്ഞാൽ 105/100, 105/100. അതിന്റെ പവറിൽ എത്രയാ വരിക? 2. ഇനി നിങ്ങൾ ഇത് എങ്ങനെയാ സോൾവ് ചെയ്യുക? 20,000 ഇൻറ്റു 105/100 ഇൻറ്റു 105/100 ഇങ്ങനെ വരില്ലേ? എന്നാ 0 വെട്ടിക്കാള്. ഇവിടുത്തെ 2 താഴെ 2, ഇവിടെ 2, ഇവിടെ 2. അപ്പൊ 0കളൊക്കെ തീർന്നേ. ബാക്കി 105 ഗുണിക്കുക. അപ്പൊ ഒരു ആൻസർ കിട്ടും. ആ ആൻസറിന് 2 കൊണ്ട് ഗുണിച്ചാൽ ആൻസർ ആവും. നമ്മുടെ ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. 105 ഇൻറ്റു 105 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലെ. 5 5 25 5 ബാക്കി 2. 0 5 0 ആ 2 കൊടുത്തു. ഒരു 5 5. ഇനി 0 കൊണ്ട് ഗുണിച്ചാൽ ഒക്കെ 0 തന്നെ ഉണ്ടാവേ. 5 1 5 0 1 0 ഒരു 1 1. എത്ര ഇട്ടിടാം? 5 2 5 5 10ന്റെ 0 ബാക്കി ഒരു 1. എല്ലാം കൂടെ 11,025 എന്ന് വരും. അതിനെ 2 കൊണ്ട് ഗുണിക്കാൻ ഇവിടെ ബാക്കിയുണ്ട്. ഇൻറ്റു ഒരു 2 കൂടെ ചെയ്യാനുണ്ട്. അപ്പൊ 5 ഇൻറ്റു 2 10 0 ബാക്കി 1. 2 ഇൻറ്റു 2 4 ആ 1 കൂടെ 5. 0 ഇൻറ്റു 2 0 തന്നെ. 1 ഇൻറ്റു 2 2 ആണ്. 1 ഇൻറ്റു 2 2 ആണ്. 22,050 രൂപ ഇത്രയും ഉണ്ടാവും. 22,050 റുപ്പീസ്. ഇത്രയും പൈസയാണ് ഉണ്ടാവുക. എവിടെ? 2 വർഷം കഴിഞ്ഞാൽ ഷാജിയുടെ അക്കൗണ്ടിൽ ഇത്രയും പൈസ ഉണ്ടാവും മക്കളെ. 2 വർഷം കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ച്? 10,000 രൂപ അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. അപ്പൊ ഈ 22,050 നിന്ന് 22,050 നിന്ന് എത്ര വിഡ്രോ ചെയ്തു? വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ കുറയ്ക്കല്ലേ. നമ്മൾ മാത്സിൽ പൈസ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ മൈനസ് അല്ലേ ചെയ്യുക. അതിൽ നിന്നും 10,000 രൂപ ഷാജി അങ്ങ് വിഡ്രോ ചെയ്തെടുത്തു. ബാക്കി അക്കൗണ്ടിൽ എത്ര ഉണ്ടാവും? ബാക്കി എത്രയാ അക്കൗണ്ടിൽ ഉണ്ടാവുക? 12,050 രൂപ ഉണ്ടാവൂലേ. 22,050 അല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 10,000 അങ്ങ് ഒഴിവാക്കി. ബാക്കി 12,050 12,050 രൂപ ഇപ്പൊ അക്കൗണ്ടിലുണ്ട്. റെഡിയാ? 2 വർഷം കഴിഞ്ഞപ്പോൾ അക്കൗണ്ടിൽ അത്രയുള്ളത്. ഇനി 3-ാമത്തെ വർഷം കഴിയുമ്പോൾ ഷാജിക്ക് എത്ര പൈസ കിട്ടുന്നല്ലേ ക്വസ്റ്റ്യൻ. ഇതാണ് അക്കൗണ്ടിലുള്ളത്. ഇനി ഈ പൈസയുടെ പലിശയും കൂടെ ചേർത്തിട്ടാണ് 3-ാമത്തെ വർഷത്തെ ആൻസർ കൊടുക്കേണ്ടത്. അപ്പൊ 3-ാമത്തെ ഇയറിലെ ഇൻട്രസ്റ്റ് നോക്കുകയാണെ. 3-ാമത്തെ വർഷത്തെ പലിശ മാത്രം നമുക്ക് നോക്കാം. അത് വെറുതെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. ആ 3-ാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ വർഷമല്ലേ നോക്കുന്നുള്ളൂ. 2 നിന്ന് 3ലേക്കുള്ള ആ ഒരൊറ്റ വർഷമല്ലേ നോക്കുക. അത് കൂട്ടുപലിശ പോലെ കാണുന്നു വേണ്ട. സാധാരണ കണ്ടാൽ മതി. ഒരു വർഷത്തെ കണക്കാണെങ്കിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും ഒക്കെ ആൻസർ സെയിം ആയിരിക്കും. അപ്പൊ നമുക്കിത് ജസ്റ്റ് കണ്ടുപിടിക്കാനേ ഉണ്ടാവുള്ളൂ. 12,050 ഇൻറ്റു എത്ര ശതമാനം പലിശ? 5 അല്ലേ. അപ്പൊ 5/100. ഒരു വർഷമായതുകൊണ്ട് ഇൻറ്റു 1 ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെയ്താലും വലിയ മാറ്റമൊന്നുമില്ല. അപ്പൊ ഇത്രയും ചെയ്താൽ ആ ഒരു വർഷത്തെ പലിശ നമ്മുടെ കയ്യിൽ വരും. എന്താ ചെയ്യേണ്ടത്? ഒരു 0 ഒരു 0 അങ്ങ് വെട്ടിപ്പോയി. ഇനി ഇവിടെ എത്രയാ? 10 5 ഇല്ലേ. ഒരു 5 5. ഇവിടെ എത്ര വരിക? 2 5 10 എന്ന് വരും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ 10നെ കൊണ്ട് വെറുതെ നമ്മൾ ചെയ്യണ്ട. 10 അവിടെ നോട്ടെ. 10 ആകുമ്പോൾ ലാസ്റ്റ് ഒരു സാധനം നീക്കി അങ്ങ് പോയിന്റ് കൊടുത്താൽ പോരെ. അപ്പൊ ഈ 10 ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഈ 1205നെ 5 കൊണ്ട് ഗുണിക്കാം. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ഫൈനൽ ആൻസർ ആവും. അപ്പൊ 1205 ഇൻറ്റു 5 നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. 5 5 25ന്റെ 5 ബാക്കി 2. ഓക്കെ. 0 5 0. അപ്പൊ ഇവിടെ 2 വരൂലേ. 2 5 10ന്റെ 0 ബാക്കി 1. ഒരു 5 5 1 6. 6025 എന്ന് വരും. താഴെ ഒരു 10 ഉണ്ട്. അതുകൊണ്ട് 6025/10 ചെയ്താൽ ആൻസർ 602.5. ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്താൽ പോരെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പൊ 602.5 ആണ് ആ ഒരു വർഷത്തെ പലിശ. ആ 3-ാമത്തെ വർഷത്തെ പലിശ മാത്രമാണ് 602.5. ഇവിടെ ഓൾറെഡി ഒരു 12,050 ഇല്ലേ. അതിന്റെ കൂടെ ഈ പലിശയും കൂടെ ചേർത്ത് ടോട്ടൽ എത്ര രൂപയാണ് 3 വർഷം കഴിയുമ്പോൾ ഷാജിയുടെ അക്കൗണ്ടിൽ ഉണ്ടാവുക? എത്ര രൂപ ഉണ്ടാവും? 12,050 പ്ലസ് 12,050 പ്ലസ് 602.5 അല്ലേ. 602.5. ഇത് കൂട്ടിയാൽ നമ്മുടെ ആൻസർ എത്ര? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ 5 2 5 6 2 1 ഇങ്ങനെ വരും.
12,652.5 റുപ്പീസ്. അത്രയും രൂപയും 50 പൈസയും. ഇത്രയും ആയിരിക്കും ആഫ്റ്റർ 3 ഇയേഴ്സ്. എമൗണ്ട് ആഫ്റ്റർ 3 ഇയേഴ്സ് കേട്ടോ. 3 വർഷം കഴിഞ്ഞാൽ ഷാജിന്റെ അക്കൗണ്ടിൽ, 3ാമത്തെ വർഷം അവസാനം ഷാജിന്റെ അക്കൗണ്ടിൽ ഉണ്ടാവുന്ന പൈസ ഇതാണ് കേട്ടോ. എമൗണ്ട് എത്രയാ? ആഫ്റ്റർ 3 ഇയേഴ്സ് ഇത്രയും രൂപയാണ് ഉണ്ടാവുക. അപ്പൊ മക്കളെ, ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ? എന്താണ്? ആദ്യം ആ 2 വർഷത്തെ ചെയ്യുക. എന്തിനാ 2 വർഷം ചെയ്ത്? 2 വർഷം കഴിഞ്ഞപ്പോൾ 10,000 വിഡ്രോ ചെയ്തിട്ടുണ്ട്. ആ വിഡ്രോ ചെയ്യുന്നതിന്റെ മുൻപ് വരെയുള്ളത് ആദ്യം ചെയ്യാം. എന്നിട്ട് ആ പൈസയിൽ നിന്ന് ആ 10,000 10,000 അങ്ങോട്ട് ഒഴിവാക്കുക. ആ കിട്ടുന്ന എമൗണ്ടില്ലേ, അതിൻ്റെതാണ് അടുത്ത വർഷത്തേക്ക് നോക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം, തെറ്റിപ്പോകില്ല കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തായാലും പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ്. റെഡി? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യനുകൾ നമുക്ക് നോക്കാം കേട്ടോ. നോക്കിക്കോണേ. ഇപ്പൊ നിങ്ങൾ ഫിഗറിലേക്ക് നോക്കിയാൽ 2 എണ്ണം കാണാം, 2 പോളിഗൺ കാണാം. ഒരു റെഗുലർ പെന്റഗൺ ഉണ്ട്, ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ട്. റെഗുലർ പെന്റഗൺ ഉണ്ട്, റെഗുലർ ഹെക്സഗൺ ഉണ്ട്. സമ പഞ്ചഭുജം ഉണ്ട്, സമ ഷഡ്ഭുജം ഉണ്ട്. എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആൻ ആംഗിൾ ഓഫ് റെഗുലർ പെന്റഗൺ? പെന്റഗന്റെ ഒരു ആംഗിൾ എത്രയാ? പെന്റഗന്റെ ഒരു ആംഗിൾ എത്രയാ? നമുക്കറിയില്ലേ, 108 ഡിഗ്രിയാണ് പെന്റഗന്റെ ഒരു ആംഗിൾ. പെന്റഗന്റെ എല്ലാ ആംഗിളും കൂടെ എത്ര ഡിഗ്രി ഉണ്ടാവുക? അത് n-2 × 180 ചെയ്താൽ n-ന് 5 കൊടുത്താൽ മതി പെന്റഗണ. അപ്പൊ 5 കുറയ്ക്കണം 2 എത്രയാ? 3 180, 540 ഡിഗ്രിയാണ് എല്ലാം കൂടെ ഉണ്ടാവുക. ആ 540നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ഈ 108. 108 എവിടുന്നാ വന്ന് ഡൗട്ട് ആവുമോ? 108 എവിടുന്നാ വന്ന്? 540 എല്ലാം കൂടെ ഉള്ളത്. അതിനെ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടിയതാണ് 108 ഡിഗ്രി. അതേപോലെ ഹെക്സഗന്റെ എല്ലാം കൂടെ 720 ഡിഗ്രി ഉണ്ടാവും. ഹെക്സഗന്റെ n-2 × 180 ചെയ്യുമ്പോൾ n-ന് 6 അല്ലേ കൊടുക്കണ്ടേ? അപ്പൊ 6 - 2 4 180 വരും. 720/6 ചെയ്യണം. 6 സൈഡ് ഉണ്ട്. ഇത് നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് 120 ഡിഗ്രി എന്ന് കിട്ടും. 120 ഡിഗ്രി. അപ്പൊ 120 ഡിഗ്രിയാണ് ഹെക്സഗന്റെ ഒരു ആംഗിള്. അപ്പൊ എയും ബിയും കിട്ടിയ റെഗുലർ ഹെക്സഗണും റെഗുലർ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. സമ പഞ്ചഭുജം സമ ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 5 കൊണ്ട് 6 കൊണ്ട് കറക്റ്റ് ഹരിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓരോ ആംഗിളിനും ഓരോ വലുപ്പമായി പോകും. റെഡിയേ? അപ്പൊ ഇത് എല്ലാത്തിനും ഒരേ വലുപ്പമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നേരെ ഡിവൈഡ് ചെയ്തിട്ട് ഒരെണ്ണം 108 ഉണ്ടാവും, ഒരെണ്ണം 120 ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ ABC. ആംഗിൾ ABC എത്ര ഉണ്ടെന്നാ ചോദിച്ചത്. ഈ ആംഗിൾ ABC നമുക്ക് അത് കണ്ടുപിടിക്കണം. നമുക്ക് പറയുന്നത് എന്താ? പെന്റഗന്റെ ഒരു ആംഗിള് 108, ഹെക്സഗന്റെ ഒരു ആംഗിള് 120. റെഡി? ബാക്കി ഇതും കൂടെ, ഈ 3 എണ്ണം കൂടെ ചേർത്താൽ മക്കളെ, ഈ 3 ആംഗിൾ ഇത് 3ഉം കൂടെ ചേർത്താൽ 360 വേണ്ടേ? അപ്പൊ 360 ഇത് കുറച്ചാൽ നമ്മുടെ ആൻസർ ആയില്ലേ? 120ഉം ഈ 108 അങ്ങോട്ട് കൂട്ടുക. 120നോട് ഒരു 100 കൂട്ടിയാൽ 220. അപ്പൊ 220ഉം 8ഉം കൂടെ 228 രൂപയല്ലേ? ഇത് രണ്ടും കൂടെ രൂപയല്ലേ, അത്രയും ഡിഗ്രി അല്ലേ? 228 ആണ് രണ്ടും കൂടെ ഉണ്ടാവുക. ആകെ ഉള്ള 3 എണ്ണം കൂടെ എത്രയാ? ആകെ ഉള്ളത് 360 ഡിഗ്രിയാണ്. അതിൽ നിന്നും ഈ 228 അങ്ങോട്ട് കുറയ്ക്കുക. 228 എവിടെ നിന്ന് കിട്ടി? ഡൗട്ട് അടിക്കരുതേ. 120ഉം അപ്പുറത്തുള്ള 108ഉം കൂടെ കൂട്ടിയതാണ്. അതിനെ നമ്മൾ 360 എന്ന് കുറയ്ക്കുക. എന്തിനാ 360? ഇത് 3ഉം കൂടെ 360 ആണ്. 360 ഇത് കുറച്ചാൽ നമ്മുടെ ആൻസർ ആവും. എത്ര ഉണ്ടാവും? 10 കുറച്ച് 2 വരൂലേ? 5 2 എത്രയാ? 3 വരും. 3 2 1. 132 ഡിഗ്രി ഉണ്ടാവും. 132 ഡിഗ്രി. ഇതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഏത് ആംഗിൾ? ആംഗിൾ ABC കേട്ടോ. ആംഗിൾ ABC ഇതാ ഈ ആംഗിൾ ABC 132 ഡിഗ്രി ഉണ്ടാവും. 132 ഡിഗ്രി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. സിമ്പിൾ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ 3 ഫിഗർ ഒക്കെ ഒരുമിച്ച് തന്നാളും. ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു ഫിഗർ കൂടെ ഒരുമിച്ച് തന്ന അടിപൊളിയാക്കി ചോദിക്കും കേട്ടോ. അപ്പൊ എങ്ങനെയായാലും നമുക്കറിയാം, ഓരോന്ന് എത്രയെന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇത് ചെയ്യാൻ പറ്റും. എല്ലാവരും ചെയ്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഒരു ബഹുഭുജത്തിന്റെ പോളിഗണിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കാണ്. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഇന്നർ ആൻഡ് ദ ഔട്ടർ ആംഗിൾസ് അറ്റ് എ വെർട്ടെക്സ് ഓഫ് എ പോളിഗൺ? ഒരു പോളിഗന്റെ ഇന്നർ ആംഗിളിന്റെയും ഔട്ടർ ആംഗിളിന്റെയും ഒരു വെർട്ടെക്സിലുള്ള ഒരു ശീർഷത്തിലുള്ള ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും കൂടെ എത്ര ഡിഗ്രി ഉണ്ടാവും? നമുക്കറിയാം, അത് ലീനിയർ പെയറാ. ഒരു അകക്കോണും ഒരു പുറംകോണും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ഉണ്ടാവണം. അതല്ലേ ചോദിച്ചത്? എത്ര ഡിഗ്രി ഉണ്ടാവും എന്നല്ലേ ചോദിച്ചേ? എ ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടി. 180 ഡിഗ്രി ഉണ്ടാവും ഒരു ഇന്നർ ആംഗിളും ഒരു ഔട്ടർ ആംഗിളൂടെ. ഒരു ബഹുഭുജത്തിന്റെ ഒരു മൂലയിലെ അകക്കോണിന്റെയും പുറംകോണിന്റെയും അളവുകളുടെ തുക എന്താണ്? 180 ഡിഗ്രിയാണ്. അപ്പൊ ബി ക്വസ്റ്റ്യൻ എന്താ? ഒരു സമബഹുഭുജത്തിന്റെ ഒരു അകക്കോണിന്റെ അളവ് 135 വിചാരിക്കാം.
ഇതേപോലെ ഒരു ഇന്നറും ഒരു ഔട്ടറും ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതിൽ ഇന്നർ ആംഗിൾ 135 ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് എത്ര സൈഡ് ഉണ്ട്, എത്ര വശങ്ങളുണ്ട് എന്നാ ക്വസ്റ്റ്യൻ. മക്കളെ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ഇന്നർ ആംഗിൾ 135 ആണെങ്കിൽ 180 നിന്ന് അത് അങ്ങോട്ട് കുറയ്ക്കുക. 180 നിന്ന് ആ 135 അങ്ങോട്ട് കുറച്ചാൽ നമുക്ക് ആൻസർ ആയിട്ട് 45 ഡിഗ്രി കിട്ടൂലേ അല്ലേ? ആ 45 ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഔട്ടർ ആംഗിൾ ആയിരിക്കും. ഈ 45 ഡിഗ്രി എന്ന് പറയുന്നത് 1 ഔട്ടർ ആംഗിൾ, ഒരു പുറംകോണായിരിക്കും. പുറംകോൺ ഒരെണ്ണം, ഒരു പുറംകോൺ 45 ഡിഗ്രി ഉണ്ടാവും. ഒരു പുറംകോൺ 45, എല്ലാ പുറംകോണുകളും കൂടെ എത്ര ഉണ്ടാവും? ഔട്ടർ ആംഗിളിന്റെ സം എത്രയാണ്? അത് ഓൾവേസ് 360 ആണ് അല്ലേ? ഔട്ടർ ആംഗിളിന്റെ സം എപ്പോഴും നമുക്കറിയാം, സം എല്ലാം കൂടെ 360 ഡിഗ്രിയാണ് എല്ലാ ഔട്ടർ ആംഗിളും കൂടെ ഉണ്ടാവുക. അങ്ങനത്തെ ഒരു ആംഗിൾ ആണ് 45 ഡിഗ്രി. അപ്പൊ നിങ്ങൾ നമ്പർ ഓഫ് സൈഡ് കാണാൻ പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ്സ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ വശങ്ങളുടെ എണ്ണം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വശങ്ങളുടെ എണ്ണം എന്ന് ചോദിച്ചാൽ ആ 360 ഡിഗ്രി എന്ന് പറയുന്ന ആകെ കോണുകൾ ഉണ്ട്, ആകെ പുറം കോണുകളുടെ തുക, ഔട്ടർ ആംഗിളിന്റെ സമ്മിനെ നമ്പർ ഓഫ് സൈഡ് കിട്ടണമെങ്കിൽ ഒരു ആംഗിൾ ആയ 45 ഡിഗ്രി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 135 കൊണ്ട് ചെയ്യാൻ പോകരുതേ. 135 ഇന്നർ ആംഗിൾ ആണ്, 360 ഔട്ടർ ആംഗിളിന്റെ സമ്മാണ്. ഇന്നർ ആംഗിളിന്റെ സമ്മാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ 135 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മുടെ കയ്യിലുള്ളത് ഔട്ടർ ആംഗിളിന്റെ സമ്മാണ്. അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. 360നെ 45 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. ചെയ്തു നോക്കുക. 360 ഡിവൈഡഡ് ബൈ 45. നമുക്ക് 5 കട്ട് ചെയ്യാം. 5 അല്ലേ? 5 45 എത്രയാ? 9 5 45 വരും. ഇനി 36ലോ? 360 നോക്കാം. 36 7 5 35 ഉണ്ടാവും അല്ലേ? ബാക്കി 36ലേക്ക് ഒരു 1 ഉണ്ട്, അപ്പൊ 10 വരും. 1 ഇവിടെ ബാക്കി വരും. 10ൽ 2 5. ഓക്കെ, 360 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 72 വരും. താഴെ 9 വരും. 9ൽ ഒരു 9 72. 8 9 അല്ലേ 72. 9 കൊണ്ട് തന്നെ കട്ട് ചെയ്താളാം. ഒരു 9 9 8 9 72. 8 എണ്ണം കിട്ടും. 8 വശങ്ങൾ ഉണ്ടാവും. കിട്ടിയോ? ഐഡിയ കിട്ടിയോ? പുറം കോണുകളുടെ തുക, ഔട്ടർ ആംഗിളിന്റെ സം 360, ഒരു ഔട്ടർ ആംഗിൾ 45, തമ്മിൽ ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് സൈഡ്സ് കിട്ടും കേട്ടോ. അപ്പൊ എത്ര ആൻസർ? 8 ആണ് ആൻസർ വരുന്നത്. ഒറ്റ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ഇത് റേഷ്യോയിൽ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവും, സ്ഥിരം വരുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ റേഷ്യോ എന്ന് ചോദിക്കും. നോക്കിക്കോണേ. ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാംഗിൾ ആർ ഇൻ ദ റേഷ്യോ 7:5. റെക്ടാംഗിളിന്റെ നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ 7:5 ആണ്. ഏതോ ഒരു ചതുരത്തിന്റെ നീളവും വീതിയും 7:5 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ്. അങ്ങനെ റേഷ്യോ തന്നാൽ നമുക്കറിയാം നീളം എത്ര ഉണ്ടാവും, വീതി എത്ര ഉണ്ടാവും. നീളം 7x ഉണ്ടാവും. വീതിയോ? വീതി എത്രയാ? 5x ഉണ്ടാവും. നീളവും വീതിയും തമ്മിലുള്ള റേഷ്യോ 7:5 അല്ലേ? അപ്പൊ നീളം 7x വീതി 5x. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ദ ലെങ്ത് ഈസ് 12 സെന്റിമീറ്റർ മോർ ദാൻ ദ ബ്രെഡ്ത്ത്. വീതിയേക്കാൾ 12 സെന്റിമീറ്റർ കൂടുതലാണ് നീളം. നീളം എന്ന് പറയുന്നത് വീതിയേക്കാൾ 12 കൂടുതലാണ്. അപ്പൊ നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഒരു സാധനം 12 കൂടുതലാണെന്നല്ലേ പറഞ്ഞേ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? നീളമായ 7x നിന്ന് വീതിയായ 5x അങ്ങോട്ട് കുറച്ചാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 12 കിട്ടും. നീളം എന്ന് പറയുന്നത് വീതിയേക്കാൾ 12 കൂടുതലാണ്. ഇനി അവർ പറഞ്ഞ പോലെ എഴുതണോ? ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എഴുതുന്നതിന് പകരം അവരെങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് എഴുതേണ്ടതെങ്കിൽ, അങ്ങനെയാണ് എഴുതേണ്ടെങ്കിൽ ഇങ്ങനെ നോക്കണേ. നീളം എന്ന് പറയുന്നത്, നീളം സമം വീതിയേക്കാൾ 12 കൂടുതൽ. വീതി എത്രയാ? വീതി 5x. അതിനേക്കാൾ 12 കൂടുതൽ, അതുകൊണ്ട് പ്ലസ് 12. വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എഴുതാം. എന്നിട്ട് ഈ 5x എടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടാൽ നമ്മൾ നേരത്തെ എഴുതിയ ആ സ്റ്റെപ്പിലേക്ക് തന്നെ വീണ്ടും എത്തും. എന്താ സംഭവിക്കുക? 7x 5x ഇങ്ങോട്ട് വന്നാൽ -5x സമം 12. കണ്ടോ? 7x - 5x = 12. നിങ്ങൾക്ക് നേരെ തന്നെ എഴുതാൻ പറ്റുകയാണെങ്കിൽ ഈ സ്റ്റെപ്പിലേക്ക് നേരെ വന്നാൽ മതി കേട്ടോ, മറ്റേ ആവശ്യമില്ല. ഇത് എഴുതാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ആദ്യം ഈ സ്റ്റെപ്പ് എഴുതിയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. ഓക്കെ, 7x - 5x = 12 എന്ന് നമുക്ക് ആൻസർ എത്തി. ഇങ്ങനെ ആൻസർ കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? 7x 5x കുറച്ച് എത്രയാ? 2x. അപ്പൊ 2x ആണ് മക്കളെ 12. x എന്ന് പറഞ്ഞാൽ 12ന്റെ അടുത്തേക്ക് ഈ 2നെ എപ്പുറത്തേക്ക് ഇട്ടാ 12/2, 12/2 6 കിട്ടി. x ആണ് 6. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യണം. നീളവും വീതിയും കണ്ടുപിടിക്കണ്ടേ? നീളം എന്ന് പറഞ്ഞാൽ 7x വീതി 5x ആണ്. നീളം എന്ന് പറയുന്നത് 7x. അപ്പൊ ആൻസർ 7 × x എത്രയാ? x ഇവിടെ 6 അല്ലേ? അപ്പൊ 7 × 6 42 സെന്റിമീറ്റർ ആണ് നീളം.
വീതി എന്ന് പറഞ്ഞാൽ 5x ആണ്. അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കൂലേ? വീതി 5x ആണ്. നിങ്ങൾ അത് സോൾവ് ചെയ്ത് നോക്കിയിട്ട് എത്ര സെന്റിമീറ്റർ ഉണ്ടെന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറയണം കേട്ടോ. അപ്പൊ വീതി 5x-ഉം നീളം 7x-ഉം ആണ്. നമ്മൾ ആൻസർ കണ്ടുപിടിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും പഠിക്കണം. ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് അടിച്ച് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചാപ്റ്ററുകളിൽ നിന്നെല്ലാം ഓരോ ക്വസ്റ്റ്യൻ വെച്ച് വരികയും ചെയ്യും. അതുകൊണ്ട് മറക്കണ്ട, എല്ലാം നന്നായി ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ ഓക്കെ, ഇന്ന് വൈകിട്ട് 7:30 നമ്മുടെ ബമ്പർ മാരത്തോൺ ലൈവ് വരുന്നുണ്ട്. അപ്പൊ 7:30 മക്കൾ എല്ലാവരും വരിക. 10 ചാപ്റ്റർ നമുക്ക് സെറ്റ് ആക്കണം. അതേപോലെ നാളെ രാവിലെ ബൂസ്റ്റർ ലൈവ് ഉണ്ടാവും കേട്ടോ. ബമ്പർ ബൂസ്റ്റർ ഉണ്ടാവും. അപ്പൊ രാവിലത്തെ ലൈവിലും ജോയിൻ ചെയ്യുക. രാവിലത്തെ ലൈവും 7:30 തന്നെയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ലൈവിൽ കാണാം. ബൈ.